യമനിലെ ഹൂത്തികൾ ഇന്നലെ ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ലൈബീരിയയുടെ പതാക വെച്ച MV മാജിക് സീസ് എന്ന കപ്പലിനെ ചെങ്കടലിൽ വെച്ച് ആക്രമിക്കുകയും അതിനെ തുടർന്ന് ഈ കപ്പൽ ചെങ്കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. 5 ബാലിസ്റ്റിക് മിസൈലുകളും 1 ക്രൂയിസ് മിസൈലും 3 ഡ്രോണുകളും 2 സീ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ കപ്പലിനെ ആക്രമിച്ചത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത്. തങ്ങളുടെ മുന്നറിയിപ്പുകൾ നിരന്തരമായി അവഗണിച്ചുകൊണ്ട് ഈ കപ്പലിന്റെ ഉടമസ്ഥരായ ആൾസിസ് ഷിപ്പിംഗ് കമ്പനി ഇസ്രായേലിന്റെ അഷ്ദോദ് പോർട്ടിലേക്ക് കഴിഞ്ഞയാഴ്ച 3 കപ്പലുകൾ അയച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തങ്ങൾ ഇന്നലെ ചെങ്കടലിൽ വെച്ച് MV മാജിക് സീസ് എന്ന കപ്പലിനെ തകർത്തത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത്. ഇന്നലെ ചെങ്കടലിൽ വെച്ച് ഹൂത്തികൾ ആക്രമിച്ച MV മാജിക് സീസ് എന്ന കപ്പലിലെ ജീവനക്കാരെല്ലാവരും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ഹൂത്തികൾ ആക്രമിച്ച കപ്പലിലെ 2 ജീവനക്കാർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിനു പുറമെ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്നും 2 ജീവനക്കാരെ കാണാതായി എന്ന രീതിയിലും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഹുദൈദ പോർട്ടിൽ നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെ ചെങ്കടലിൽ വെച്ചാണ് ഹൂത്തികൾ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള എൻഡർനെറ്റി സി എന്ന കപ്പലിന് നേർക്കാണ് ഹൂത്തികൾ ഇന്ന് ആക്രമണം നടത്തിയത്. ഇന്ന് ചെങ്കടലിൽ വെച്ച് ഹൂത്തികൾ തകർത്ത കപ്പലിലും ലൈബീരിയയുടെ പതാകയാണ് ഉള്ളത്. 1 വർഷത്തിനിടെ ആദ്യമായാണ് ഹൂത്തികളുടെ ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയോ അല്ലായെങ്കിൽ അവർ കൊല്ലപ്പെടുകയോ ചെയ്യുന്നത്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയതിനു ശേഷം ഹൂത്തികളും തങ്ങളുടെ ആക്രമണ രീതിയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ഇതിനു മുമ്പ് ഹൂത്തികൾ 100 കണക്കിന് കപ്പലുകളെ ആക്രമിച്ചിരുന്നുവെങ്കിലും കപ്പലുകളെ ഹൂത്തികൾ കടലിൽ മുക്കുവാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഹൂത്തികൾ ആക്രമിക്കുന്ന കപ്പലുകളെയെല്ലാം പൂർണ്ണമായും കടലിൽ മുക്കുവാനാണ് ഹൂത്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആക്രമിച്ച കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇന്ന് ഹൂത്തികൾ ആക്രമിച്ച കപ്പലും കടലിൽ മുങ്ങിപ്പോയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് ഹൂത്തികൾ ആക്രമിച്ച എൻഡർനെറ്റി സി എന്ന കപ്പലിൽ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. 21 പേർ ഫിലിപ്പൈൻസ് പൗരന്മാരും 1 റഷ്യൻ പൗരനുമാണ്. കഴിഞ്ഞ ദിവസം മാജിക് സീസ് എന്ന കപ്പലിനെ ആക്രമിച്ചതുപോലെ തന്നെയാണ് ഹൂത്തികൾ ഈ കപ്പലിനെയും ആക്രമിച്ചത്. ചെറിയ സ്പീഡ് ബോട്ടുകളിലായി എത്തിയ ഹൂത്തി സൈനികർ റോക്കറ്റുകളും അതുപോലെ ഗ്രനേഡുകളും ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം കപ്പലിന് നേർക്ക് മിസൈൽ ആക്രമണവും ഉണ്ടായി എന്നാണ് ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയായ ആംബ്രി പറയുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കപ്പലിന് നേർക്ക് ഹൂത്തികൾ 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. 24 മണിക്കൂറിനിടെ 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയത് മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കപ്പൽ കടലിൽ പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇന്ന് ആക്രമിച്ച എൻഡർനെറ്റി സി എന്ന കപ്പൽ കടലിൽ മുങ്ങിപ്പോവുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം.